കുമ്പളങ്ങ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ അവസ്ഥ. ഞാനൊരു വക ഇന്ന് മോരറി വെക്കാൻ പ്ലാൻ ഇട്ടു. നൈറ്റ് അപ്പം ഇവനാണെങ്കിൽ സാമ്പാർ കഴിച്ചാൽ മതി. സാമ്പാർ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ മോരറി മതി. എടാ ഞാൻ ഓൾറെഡി സാധനമൊക്കെ വാങ്ങി. അതിന് സാമ്പാറേ കഴിക്കണം, സാമ്പാറും മീൻ വറുത്തും തന്നെ വേണമെന്ന്. ആയിക്കോട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ. പാഷൻ സാമ്പാറിൻ്റെ റെസിപ്പി ഇവിടെ യൂട്യൂബിലൊക്കെ കണ്ട് പഠിക്കുന്നുണ്ട്. എന്തൊരു സാധനം ഇട്ടത്, 10 സാധനങ്ങൾ വെജിറ്റബിള്. ആകെ മൊത്തം ഒരു വെജിറ്റബിൾ ഉണ്ട് ഇവിടെ. ഇല്ല എങ്ങോടാ ബാഗിലാണ് പച്ചക്കറി എൻ്റെ. പരിപ്പുണ്ട്. അതൊക്കെ ഇനി എപ്പ ഉണ്ടാക്കി വരൂടെ? എടാ ചേന ഇവിടെ കിട്ടൂടാ, അതൊന്നും വേണ്ട. എടാ മോരേറി വെച്ചാ പോരെ. എന്ത് ഇതെപ്പാവും കുക്ക് ചെയ്ത്? മത്തങ്ങ ഒന്നും വേണ്ട. എടാ മത്തങ്ങ വേണ്ട, മത്തങ്ങ വേണ്ട, അതൊന്നും വേണ്ട വേണ്ട. ഒരു മുരിങ്ങാക്കോല് മതി, മുരിങ്ങാക്കോല് ഇച്ചിരി. മത്തങ്ങ ഒന്നും ഇടണ്ട. നമ്മുടെ പേരൻസ് എവിടെയാണ് മത്തങ്ങ ഇട്ടുണ്ടാക്കണേ? അതൊന്നും വേണ്ട, അതൊക്കെ കല്യാണത്തിന് സദ്യക്ക് മതി. ഇത് കല്യാണത്തിനാണ്. ഇരിക്കട്ടെ, കുമ്പളങ്ങ ഇടണ്ട, വെള്ളിരിക്ക. കുമ്പളങ്ങ ഇത്രയും വലിയത് അതൊന്നും വേണ്ട. വെള്ളരിക്ക ഒരു പീസ്, ഒരു വെള്ളരിക്ക വലിയ റൗണ്ട് വേണോ? മോരേറി വെച്ചാ പോരെ. എടാ പെരുങ്കായം, ചീരക്കായം, ഇത് ഏത് കായ? നീ എങ്ങോടാണ് ഈ പോന്നേ? ആ ശരി, പോയിട്ട് വാ. ഇനി അണ്ണൻ്റെ വക സാമ്പാർ ഉണ്ടാക്കി കഴിക്കണം. സാമ്പാറും മീൻ വറുത്ത ഉണക്ക മീനാണ് ഇന്നത്തെ സ്പെഷ്യൽ. നമ്മുടെ വിഘ്നേഷ് എങ്ങനെ? വിഘ്നേഷ് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു കേട്ടോ. ഏതാടാ പാട്ട് പാടിയത്? ആരുടെ പാട്ടുണ്ടാക്കിയത്? ചോറും കറിയെല്ലാം റെഡിയായി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേ. ഇതാണ് നമ്മുടെ സാമ്പാർ വിത്ത് ഉണക്കമീൻ വറുത്തത്. ഉന്മേഷം പടം കണ്ടെന്ന് ആസ്വദിക്കുന്നു. അണ്ണൻ കുക്ക് ചെയ്ത കറി എന്ത് വേണ. നമ്മൾ രണ്ടുപേരും